വളരെ ടേസ്റ്റിയായ ഒരു ചക്ക നിറയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോഴേ ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ചക്ക നിറയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പഴുത്ത വരിക്കച്ചക്കയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ വരിക്കച്ചക്ക എടുക്കുമ്പോൾ നല്ലപോലെ പഴുത്തു പോകാത്ത ചക്ക എടുക്കണം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചക്ക കുരു ഇങ്ങനെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കൂടുതൽ തുറക്കാതെ ഇങ്ങനെ കുടുംബം പോലെ തന്നെ ഇരിക്കും. ഇപ്പം നിറയെ ഇങ്ങനെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് അത് അതുപോലെ ഇരിക്കും. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നിറയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കര കുറച്ചേ എടുത്തിട്ടുള്ളൂ. മധുരം ചക്കയിലുള്ളത് കൊണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്നായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത സാധനം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. 1 കപ്പ് മൈദാമാവാണ് എടുത്തത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. നമുക്കത് മുക്കിയെടുക്കത്തക്ക പരുവത്തിൽ, അതായത് നമ്മൾ ഏത്തക്കയപ്പമൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കുന്ന പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മുക്കിയെടുക്കാൻ ആ പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കിയ മാവിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി ആ മാവിന് ആവശ്യമായ ചെറിയ ഉപ്പ്. ഇനി കുറച്ച് ഏലക്കാപ്പൊടി, ഇതിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത മാവ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ചക്ക എടുത്ത് നമുക്ക് ആ നിറച്ച് വയ്ക്കാം. ഓരോന്നോരോന്നായിട്ട് നിറച്ച് വയ്ക്കാം. ഇതുപോലെ നിറച്ച് ഇങ്ങനെ മൂടി വെച്ച് ഒരറ്റത്തോട്ട് വയ്ക്കാം. അതവിടെ ഇരിക്കും. അങ്ങനെ ചരിച്ചങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അടുത്തതും ഇങ്ങനെ എടുത്ത് ശർക്കര ഇതിനകത്ത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചക്ക മധുരം ഉള്ളതാണ്. അതുപോലെ തന്നെ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. നമ്മൾ ചക്കയ്ക്ക് ഇത്രയും പഴുത്ത് പോയില്ലെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പഴുത്ത ചക്ക കൂടുതൽ പഴുത്തില്ലായിരുന്നു, ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇങ്ങനെ കുടുവം പോലെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് മൂടി വയ്ക്കാം. കണ്ടോ? അങ്ങനെ എല്ലാ ചക്കയും ഞാൻ ഇതുപോലെ നിറച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോഴും നമ്മളിവിടെ ചക്ക നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചക്കയൊന്ന് മുങ്ങി വരണം. അപ്പോഴിത് നമുക്ക് എടുത്ത പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വീണ്ടും നമ്മൾ ചക്ക എടുത്ത് ഇതുപോലെ മുക്കിയിട്ട് കൊടുക്കാം. അപ്പോഴേ നമ്മൾ ചക്ക നിറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയൊരു സാധനമാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാലേ അറിയാവൂ അതിൻ്റെ ഇത്. ഇപ്പം അത് മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ ഇരിക്കും. നല്ല കടിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.